ശംശാരികട്ടെ. നമ്മളിന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 68ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ 2ാമത്തെ വാല്യത്തിലെ 8ാമത്തെ ഭാഗം കൂടിയാണ് അത്. ഇവിടെ നമ്മൾ ആ പ്രതിപാദനത്തിന് ഉദ്ദേശിക്കുന്നത് 52ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാനായിലെ ആ വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. ആദ്യത്തെ അത്ഭുതം, അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കുന്ന താക്കോലായ ഈ അത്ഭുതം. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ കഴിഞ്ഞ ആ ഭാഗത്ത് കണ്ടതും. യൂദായുമായി കൂടെ യോഹന്നാനുമുണ്ട്. അവരൊന്നിച്ച് കാനായിലേക്ക്, യൂദാ വന്ന വള്ളത്തിൽ തന്നെ കാനായിലേക്ക് പോവുകയാണ്. അവരവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ ആ ഭവനത്തിലുണ്ട്, ഒരു ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ. അവിടെ പരിശുദ്ധ അമ്മ അവർക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട, അവരുടെ പ്രവൃത്തികളെല്ലാം ഒരുപക്ഷെ കർത്താവ് പറയുന്ന ആ ഉപ്പും വെളിച്ചവും എന്നതുപോലെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന ആ ഉപ്പും വെളിച്ചവും പോലുള്ള ഒരു നടപടിയാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് അവിടെ വരുന്നത്. അപ്പോൾ ആ പരിശുദ്ധ കന്യാമറിയം എല്ലാത്തിനും ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ ഏറ്റവും ചിട്ടയോടെ, അടുക്കോടെ, അതും ഏറ്റവും ഭംഗിയായി എല്ലാം ക്രമീകരിക്കുന്ന ഒരനുഭവം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഈശോയും എത്തുകയാണ്. ഈശോയെ ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഈശോയുടെ കൂടെ 2 ശിഷ്യന്മാരെ അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ഈശോ അവിടുത്തെ നടപടികളുടെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുകയാണ്. ഈശോയുടെ ആ ഗാംഭീര്യം, ഈശോയുടെ ആ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, അതെല്ലാം അവിടെ എടുത്തു കാണിക്കുകയാണ്. ഈശോ പുഞ്ചിരിക്കുന്നുണ്ട്, പക്ഷേ പൊട്ടിച്ചിരിക്കുന്നില്ല. ആൾക്കാരുമായിട്ട് സംസാരത്തിൽ ഈശോ ആൾക്കാർ പറയുന്നതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്, പക്ഷേ സംസാരപ്രിയനല്ല, മിതഭാഷിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രത്യേകതകളാണ് ഈശോയിൽ നമ്മൾ കാണുന്നത്. ഈശോ വളരെ നിശബ്ദനായി, അതേസമയം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്നുപോലെ ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം. ഇവിടെ അവർ കേന്ദ്രബിന്ദുവാണെന്ന് പറയുന്നു. അതുപോലെ ഈശോ പ്രവർത്തിക്കുന്നു. ഈശോയ്ക്ക് മുഖ്യ സ്ഥാനമുണ്ട്. അതുപോലെ പരിശുദ്ധ കന്യാമറിയത്തിനും ആ വധുവരന്മാരുടെ ആ മേശയിൽ തന്നെ അവർക്ക് സ്ഥാനം കൊടുക്കുകയാണ്. ഈശോ അവർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നു, അതിൽ താല്പര്യം കാണിക്കുന്നു, അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ഈശോ ആഴത്തിൽ ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം കൂടി ആ സമയത്ത് കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യാമറിയം ഈശോയുടെ ചെവിയിൽ പറയുകയാണ്. കാരണം അവിടെ ആ വിതരണം ചെയ്യുന്നവരും കലവറക്കാരനും തമ്മിലുള്ള ഒരു സംസാരം അവൾ കേൾക്കുവാനിടയായി. വീഞ്ഞ് തീർന്നു പോയി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരവസരം, ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒരവസരം. ആ അവസരം മാതാവിന് അത് വേദന ഉണ്ടാക്കുന്നു. മാതാവ് പോയി മറ്റാരോടും പറയുന്നില്ല, മകൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ ഈശോയുടെ ആ പ്രതികരണം ഒരുപക്ഷെ നമുക്ക് തോന്നാം, അങ്ങനെയാണോ ഒരമ്മയോട് പ്രതികരിക്കുന്നത്? സ്ത്രീയെ, ഞാനും നീയും തമ്മിൽ ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് ഈശോ പറയുന്നത്. പക്ഷേ ഈശോ ഈശോ പുഞ്ചിരിക്കുകയാണ്, മാതാവും പുഞ്ചിരിക്കുകയാണ്. കാരണം ഈശോ ഒരു സത്യം പറഞ്ഞെങ്കിലും ഈശോ അവിടെ മാതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുന്ന, അതാണ്
മാതാവിന് ഈശോയുടെ ചെറിയൊരു ശരീരഭാഷ പോലും അറിയാം. അങ്ങനെ മാതാവ് വിധേയപ്പെടുകയാണ്. അത് കഴിഞ്ഞ് മാതാവ് നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ജോലിക്കാരോട് പറയുകയാണ്, അവൻ പറയുന്നത് പ്രവർത്തിക്കുക. ഈശോ അവരോട് പറഞ്ഞു, ആ കൂടത്തിലെല്ലാം വെള്ളം നിറയ്ക്കുക. അവർ വക്കോളം നിറച്ചു. അതാണ് അവരുടെ സഹകരണം. അത് കഴിഞ്ഞ് ആ വെള്ളം വീഞ്ഞായി മാറുന്നു, ഏറ്റവും മുന്തിയ വീഞ്ഞായി മാറുന്നു. ഈ അത്ഭുതമെല്ലാം നമ്മൾ സുവിശേഷത്തിൽ വ്യക്തമായി കേൾക്കുന്നതാണ്. ഇവിടെ ഒരു പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് കാണേണ്ടതും പറയാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്. മാതാവിൻ്റെ ആ സമീപനം അത് മറ്റുള്ളവരോടല്ല, ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ പരിഹരിക്കാൻ പറ്റുന്ന തൻ്റെ മകനോട്, ഒരുപക്ഷെ മകൻ്റെ ആ ദൈവിക ദൗത്യത്തിന് അതിൽ കൈകടത്താതിരിക്കുവാനുള്ള തൻ്റെ ആഗ്രഹങ്ങൾ പോലും ബലി കഴിച്ചുകൊണ്ട് ആ കുടുംബത്തെ ആ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുവാനുള്ള അവിടെ മനോഭാവം പറയേണ്ടവനോട് മാത്രം പറയുന്ന, അതിൽ നിന്ന് അവൻ അതിന് പരിഹാരം കാണുമെന്നുള്ള വിശ്വാസവും ഈശോ ഇടപെടുകയാണ്. ഈശോ അവരെ ആ സമയം ആ വീഞ്ഞ്, ആ വെള്ളം വീഞ്ഞായി മാറുന്നു. ഇത് ആൾക്കാരെല്ലാം ഒരു ചെവിയിൽ നിന്ന് വേറൊരു ചെവിയിലേക്ക് അവർ അത്ഭുതത്തോടെ ഇത് കാണുകയാണ്. വീട്ടുകാർക്കെല്ലാം തങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചതിനെ ഓർത്തുള്ള നന്ദിയും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ഈശോ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ തന്നെ നമുക്ക് പോയി അമ്മയെ സന്തോഷിപ്പിക്കാം. ഈ അമ്മയെ സന്തോഷിപ്പിക്കലാണ് ഈശോ അവിടെ ചെയ്തത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആ എല്ലാ അത്ഭുതങ്ങളുടെയും വാതിൽ തുറക്കുന്ന താക്കോലായി പരിശുദ്ധ അമ്മ. അപ്പം ഇവിടെ ഒരു കാര്യം ഈശോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ പറയുന്നത് സുവിശേഷത്തിലൊന്നുമില്ലാത്ത ഇനിയും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് വലിയ ആഴത്തിലുള്ള സത്യം തരുന്ന ഒരു ഭാഗമായി ഈശോ പറയുന്നുണ്ട്. കാരണം പിതാവിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അമ്മയെന്നുള്ള ബന്ധം പോലും ധാർമ്മിക തലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അമ്മയുടെ ആ ആജ്ഞ ഉത്തരവല്ല ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കൽ, അതുപോലും ഈശോ അവിടെ എടുത്തു പറയുകയാണ്. ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ? അതുപോലെ ഏറ്റവും വീര്യമുള്ള ആ വീഞ്ഞ് അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ആ ദൈവത്തിന് ഇനിയുള്ള ജീവിതം, ആ കൂട്ടായ്മയിലുള്ള ജീവിതം, വ്യക്തി ജീവിതങ്ങളെല്ലാം ഏറ്റവും സ്നേഹത്തിൻ്റെ വീര്യമുള്ള, ആ സമർപ്പണത്തിൻ്റെ വീര്യമുള്ള, വിശ്വാസത്തിൻ്റെ വീര്യമുള്ള വീഞ്ഞായി നമ്മുടെ പ്രവൃത്തികൾ മാറാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ആദ്യത്തെ അത്ഭുതത്തിൽ കൂടി ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ നമ്മളുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ അമ്മ നമ്മുടെ മധ്യസ്ഥയാകുവാനും, മധ്യസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് തൻ്റെ പുത്രനോട് പറയുന്ന ആ ദൗത്യം, അതുപോലെ അമ്മയിൽ കൂടി ആ കുടുംബത്തിൻ്റെ സമാധാനവും എല്ലാം നിറയെ അനുഭവിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.